1.3 question number 4. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സെറ്റ് എ ആണ്. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ്. ഈ സെറ്റിലെ എല്ലാ സബ്സെറ്റ്സുകളും നമുക്ക് എഴുതാം. ഓക്കെ, സോ വി റൈറ്റ് സബ്സെറ്റ്സ്. നമുക്കറിയാം ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് 5 വരും. എംപ്റ്റി സെറ്റ് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അതേപോലെ നമുക്ക് ഇനി ഇതിലുള്ള ഒരേ ഒരു എലമെന്റ് ഇതിനകത്തുള്ളൂ. സോ ആ എലമെന്റ് മാത്രം അതിന്റെ സെറ്റ് ആയിട്ട് വരും. ഇതിൽ കൂടുതൽ എലമെന്റ്സ് സെറ്റുകൾ നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു എലമെന്റേ ഉള്ളൂ എങ്കിൽ 2 സെറ്റ് മാത്രമാണ് സബ്സെറ്റ്സ് കിട്ടുള്ളൂ. ഒന്ന് ആ സെറ്റ് തന്നെ, മറ്റേത് എംപ്റ്റി സെറ്റ്. സോ സബ്സെറ്റ്സ് ഓഫ് ദിസ് സെറ്റ് ആർ 5 ആൻഡ് ദ സെറ്റ് ഇറ്റ്സെൽഫ്. നെക്സ്റ്റ് വൺ 5 എംപ്റ്റി സെറ്റിന്റെ സബ്സെറ്റ്സുകൾ എഴുതണം. ഓക്കെ, സോ എംപ്റ്റി സെറ്റിന്റെ സബ്സെറ്റ്സുകൾ സോ എംപ്റ്റി സെറ്റ് തന്നെ എംപ്റ്റി സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഇനി എംപ്റ്റി സെറ്റിൽ എലമെന്റ്സ് ഒന്നുമില്ല. സോ നമുക്ക് സിംഗിൾട്ടൺ സെറ്റുകളോ 2 എലമെന്റ്സ് ഉള്ള സെറ്റുകളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വി ഹാവ് ഓൾറെഡി റിട്ടൺ എംപ്റ്റി സെറ്റ് ഇസ് ദ സബ്സെറ്റ് ഓഫ് ദ എംപ്റ്റി സെറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, so there is only one subset of empty set, that is empty set again. അടുത്തത് we need to write the subsets of this set A, B. So ആദ്യം എന്തെഴുതിക്കോളാം? ഏത് സെറ്റിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ first we can write empty set. ഓക്കെ, അത് കഴിഞ്ഞ് അതിൽ ഓരോ എലമെന്റിനെ മാത്രം എടുത്തിട്ട് സിംഗിൾട്ടൺ സെറ്റുകൾ 2 എലമെന്റ്സേ ഉള്ളൂ. സോ 2 സിംഗിൾട്ടൺ സെറ്റുകൾ നമുക്ക് എഴുതാൻ പറ്റും. അവ രണ്ടും ആ സെറ്റിന്റെ സബ്സെറ്റ്സുകളാണ്. ഇനി 2 എലമെന്റ്സ് കൂടിയിട്ട് ആകെ 2 എലമെന്റ്സേ ഉള്ളൂ. സോ ആ ഒരൊറ്റ സെറ്റേ ഉള്ളൂ. സോ വി ഹാവ് റിട്ടൺ എംപ്റ്റി സെറ്റ് ആൻഡ് ദ സെറ്റ് ഇറ്റ്സെൽഫ് ആൻഡ് അതർ 2 സെറ്റ്സ് ആർ സബ്സെറ്റ്സ്. സോ ടോട്ടൽ 4 സബ്സെറ്റ്സ് ആർ ദർ. ഓക്കെ, അടുത്ത് നോക്കൂ. സെറ്റ് 1, 2, 3 എങ്ങനെയാണ് സബ്സെറ്റ്സ് എഴുതാം? സബ്സെറ്റ്സ് എഴുതുമ്പോൾ ആദ്യം തന്നെ എന്തെഴുതാം? 5 എഴുതാം. എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. പിന്നെ ആ തന്നിരിക്കുന്ന സെറ്റിലെ ഓരോ എലമെന്റിനെ മാത്രം എടുത്തിട്ട് സിംഗിൾട്ടൺ സെറ്റുകൾ എഴുതാം. സോ ഫസ്റ്റ് എലമെന്റ് മാത്രം എടുത്താൽ 1 ഒരു സിംഗിൾട്ടൺ സെറ്റ്, 2 സിംഗിൾട്ടൺ സെറ്റ്, 3 സിംഗിൾട്ടൺ സെറ്റ്. ഇനി 2 എലമെന്റ്സ് വെച്ചെടുക്കാം. സോ വി ക്യാൻ റൈറ്റ് 1, 2, 2, 3 എടുക്കാം. അതേപോലെ 1, 3 എടുക്കാം. ഓർഡർ മാറ്റിയതുകൊണ്ട് കാര്യമില്ല. ഓർഡർ മാറ്റിയാലും ആ ഒരൊറ്റ സെറ്റായിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ എംപ്റ്റി സെറ്റ് എഴുതി, ഓരോ എലമെന്റ്സ് വെച്ച് സെറ്റ് എഴുതി, 2 എലമെന്റ്സ് വെച്ച് സെറ്റ് എഴുതി. ഇനി നമുക്ക് 3 എലമെന്റ്സ് വെച്ചിട്ട് സെറ്റ് എഴുതാൻ പറ്റുള്ളൂ. അത് നമ്മുടെ തന്നിരിക്കുന്ന സെറ്റ് തന്നെയാണ്. സോ വി ഹാവ് ഹൗ മെനി സബ്സെറ്റ്സ് ആർ ദർ? ടോട്ടൽ ദർ ആർ 8 സബ്സെറ്റ്സ്. Miscellaneous example 28, page number 24. List all the subsets of the set -1, 0, 1. So we know that the subset of this set having no element is the empty set 5. So 5 is subset of every set. So 5 ഇതിലെ ഒരു subset ആണ്. Now we can write the subsets of this set having 1 element. Okay, ഏതൊക്കെ എഴുതാം? -1, 0, 1. മിക്ക കുട്ടികൾക്കും വരുന്ന കൺഫ്യൂഷൻ ആണ്, ഇത് എംപ്റ്റി സെറ്റ് ആണോ? ഇത് എംപ്റ്റി സെറ്റ് അല്ല. 0ക്ക് വാല്യൂ ഉണ്ട്. 0 ഒരു ഇന്റിജർ ആണ്. ഈ സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളൂ, അത് 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എംപ്റ്റി സെറ്റ് എഴുതി കഴിഞ്ഞു, സിംഗിൾട്ടൺ സെറ്റ്സുകൾ എഴുതി കഴിഞ്ഞു. ഇനി 2 എലമെന്റ്സ് വീതമുള്ള സെറ്റ്സ്, ദ സബ്സെറ്റ്സ് ഓഫ് ദ ഗിവൺ സെറ്റ് ഹാവിംഗ് 2 എലമെന്റ്സ്. സോ എങ്ങനെ എഴുതാം? -1, 0, അതേപോലെ -1, 1, അതേപോലെ 0, 1. ഓക്കെ, ഇനി the subset of the given set having 3 elements. So that will be the set itself, isn't it? Because our സെറ്റിൽ ആകെ 3 elements ഉള്ളൂ. So -1, 0, 1. So all the subsets of the given set are 5 singleton sets -1, 0, 1, and the sets -1, 0, -1, 1, 0, 1, and the given set itself -1, 0, 1. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റും ആ സെറ്റിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തത് സെറ്റുകൾ തന്നിട്ട് അതിന്റെ സബ്സെറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു.
സോ ഞാൻ ആ സെറ്റുകൾ ഒരുമിച്ച് ഒന്നും കൂടി എഴുതാം. ഫസ്റ്റ് സെറ്റ് എ ആയിരുന്നു. അതിലെ സബ്സെറ്റ്സ് ഫൈയും അതേ സെറ്റ്. രണ്ടാമത് നമ്മൾ എടുത്തത് ഫൈ എന്ന് പറഞ്ഞ സെറ്റായിരുന്നു, എം ടി സെറ്റായിരുന്നു. അതിൻ്റെ സബ്സെറ്റ് ഫൈ തന്നെ. മൂന്നാമത് നമ്മൾ എടുത്തത് 2 എലമെന്റ്സ് ഉള്ള സെറ്റായിരുന്നു. അതിലെ സബ്സെറ്റ്സുകൾ ഫൈയും സിംഗിൾട്ടൺ സെറ്റ്സ് എയും ബിയും പിന്നെ അതേ സെറ്റും. അതേപോലെ 3 എലമെന്റ്സ് ഉള്ള സെറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. 1, 2, 3. അവിടെ നമ്മൾ എഴുതിയ സബ്സെറ്റ്സ് ഫൈയും പിന്നെ സിംഗിൾട്ടൺ സെറ്റുകൾ 1, 2, 3, 2 എലമെന്റ്സ് വീതമുള്ള സെറ്റുകൾ 1, 2, 1, 3, 2, 3 പിന്നെ ആ ഗിവൺ സെറ്റ് 1, 2, 3. ഇവിടെ സെറ്റിൽ നമുക്ക് ഗിവൺ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്പർ ഓഫ് സബ്സെറ്റ്സിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്പർ ഓഫ് എലമെന്റ്സ്, ഒരു സെറ്റിലെ എലമെന്റ്സും നമ്പർ ഓഫ് സബ്സെറ്റ്സിന്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. സോ ഫസ്റ്റ് സെറ്റ് എടുക്കാം. അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 എലമെന്റ്. എത്ര സബ്സെറ്റ് വന്നു? 2 സബ്സെറ്റ്. അടുത്തത് എത്ര എലമെന്റ്സ് ഉണ്ട് രണ്ടാമത്തെ സെറ്റില്? 0. എത്ര സബ്സെറ്റ് ഉണ്ട്? 1 സബ്സെറ്റ്, ഒരെണ്ണം. മനസ്സിലായോ? ഇവിടെ നമ്മൾ എലമെന്റ്സ് എത്ര, ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് നോക്കുന്നത്. 0 എലമെന്റ്സ്. എം ടി സെറ്റിൽ 1 എലമെന്റ്സും ഇല്ല. എത്ര എണ്ണം സബ്സെറ്റ് ഉണ്ട്? 1 സബ്സെറ്റ്. സോ 1 എന്ന് എഴുതി. അത് 5 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെറ്റിൽ 2 എലമെന്റ്സ് ആണുള്ളത്. സബ്സെറ്റുകളുടെ എണ്ണം 4. നാലാമത്തെ സെറ്റില് 3 എണ്ണമാണ് ഉള്ളത് എലമെന്റ്സിന്റെ എണ്ണം. സബ്സെറ്റുകളുടെ എണ്ണം 8. സോ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് 1 ആകുമ്പോൾ സബ്സെറ്റ്സ് 2 ആയി, 0 ആയപ്പോൾ 1 ആയി, 2 വന്നപ്പോൾ 4 ആയി, 3 വന്നപ്പോൾ 8 ആയി. ഇവിടെ നോക്കുക, 2⁻1 ആണ് 2, 2⁻0 ആണ് 1. ഏത് നമ്പറിന്റെ പവർ 0 ആയി വന്നാൽ അതിന്റെ വാല്യൂ 1 ആണ്. 2 സ്ക്വയർ ആണ് 4, 2 ക്യൂബ് ആണ് 8. മനസ്സിലായല്ലോ? സോ ഇതാണ് റിലേഷൻ. ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എത്ര സബ്സെറ്റ് ആ സെറ്റിൽ ഫോം ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Suppose in a set there are 4 elements. So how many subsets can be formed? 2⁴, that is 16 subsets can be formed. So this is the relation between number of elements in a set and number of subsets of the set. So in general, ഒരു സെറ്റിനകത്ത് n elements ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാക്കാം? 2⁻, അത്രയും എണ്ണം, 2⁻n subsets can be formed. Finite set having n elements has 2⁻n subsets. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? പ്രോപ്പർ സെറ്റിൽ നമ്മൾ ടോട്ടൽ സബ്സെറ്റുകളിൽ നിന്ന് അതേ സെറ്റ് ഒഴിവാക്കുന്നു. അപ്പൊ ടോട്ടൽ 2⁻n ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് കിട്ടും. ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ് ഈസ് 2⁻n-1. സപ്പോസ് ഒരു സെറ്റിനകത്ത് 10 എലമെന്റ്സ് ഉണ്ട്. സോ എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2⁻10. എത്ര പ്രോപ്പർ സബ്സെറ്റ്സുകൾ ഉണ്ടാവും? 2⁻10 ടോട്ടൽ സബ്സെറ്റുകൾ കാണാം. അതിൽ ആ സെറ്റ് ഒഴിവാക്കുക, അതായത് ഒരു സെറ്റ് ഒഴിവാക്കണം. അപ്പോൾ 1 കുറച്ചാൽ മതി. സോ വി ഗെറ്റ് 2⁻10-1. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യന് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. എ ഫൈനൈറ്റ് സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ് ഹാസ് 2⁻n സബ്സെറ്റ്സ്. സോ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ആർ 2⁻n-1. Now we are going to study about പവർ സെറ്റ്. ഇപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റുകളെ കുറിച്ച് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിൽ എം ടി സെറ്റ് എന്താന്ന് കണ്ടു, ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്താന്ന് കണ്ടു, സിംഗിൾട്ടൺ സെറ്റ് എന്താന്ന് കണ്ടു. 2 സെറ്റുകളെ വെച്ച് എടുക്കുവാണെങ്കിൽ ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് കണ്ടു, ഈക്വാലന്റ് സെറ്റ്സ് എന്താണെന്ന് കണ്ടു. അതുപോലെ സെറ്റിൽ തന്നെയുള്ള സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ച ടേം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ സെറ്റ് എന്താണെന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3. സോ മൈ ക്വസ്റ്റ്യൻ, ഹൗ മെനി സബ്സെറ്റ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദിസ് സെറ്റ്? ഈ ഒരു സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന
സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്. സോ അതിനുള്ളൊരു ഫോർമുലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ 2 to the power നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന് നോക്കിയാൽ മതി. സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ മതി. സോ ദാറ്റ് ഇസ് വി ഗെറ്റ് 2 raised to എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. സോ 2 cube 8 സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ 8 സബ്സെറ്റും എഴുതുന്നത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ പഠിച്ചതാണ്. സോ നമുക്ക് ഇതിനകത്ത് വരുന്ന സബ്സെറ്റുകളെ എഴുതാം. 5 ഒരു സബ്സെറ്റ് ആണ്. അതേപോലെ സിംഗിൾട്ടൺ സെറ്റുകൾ എടുത്താൽ 1, 2, 3 സബ്സെറ്റ്സുകളാണ്. 2 എലമെന്റ്സ് വെച്ചെടുക്കുമ്പോൾ 1, 2, 1, 3, 2, 3 സബ്സെറ്റ്സ് ആണ്. അതുപോലെ ദ ഗിവൺ സെറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ 8 സബ്സെറ്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് കണ്ടതാണ്, ഒരു സെറ്റില് എലമെന്റ് ആയിട്ട് വേറൊരു സെറ്റ് വരാമെന്ന്. ഓക്കെ, അപ്പോൾ ഈ സബ്സെറ്റുകളുടെ എല്ലാം കളക്ഷൻ, ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. അങ്ങനെ ഞാനൊരു സെറ്റ് ഉണ്ടാക്കാൻ പോവാണ്, വേറൊരു സെറ്റ് ഫോം ചെയ്യാണ്. ഈ സബ്സെറ്റുകളെ എല്ലാം കൂട്ടിയിട്ട് ഒരു സെറ്റ്, അതായത് ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ ഇടും. അതിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെറ്റിലെ സബ്സെറ്റുകളാണ്. 2, 3, 1, 2, 1, 3, 2, 3, 1, 2, 3. So what do you call this set? ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന സെറ്റിനെ നമ്മൾ എന്താ പറയാ? This is the collection of all subset of the given set A. ആ സെറ്റിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് പവർ സെറ്റ് എന്നാണ് പറയുന്നത്. പവർ സെറ്റ്. സോ ഇവിടെ എന്തിന്റെ പവർ സെറ്റ് ആണത്? എ എന്ന സെറ്റിന്റെ പവർ സെറ്റ് ആണ്. സോ വി കോൾ ദ സെറ്റ് ആസ് പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പി ഓഫ് എ. ഏത് സെറ്റിന്റെ സബ്സെറ്റുകളാണ് ഒരു സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അതിന് നമ്മൾ അവിടെ കാണിച്ചിരിക്കണം ഏത് സെറ്റാണ്. എ എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റുകളുടെ സെറ്റ് ആണിത്. ദാറ്റ് സെറ്റ് ഇസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ, ദാറ്റ് ഇസ് പി ഓഫ് എ. ആൻഡ് ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പവർ സെറ്റിലെ എലമെന്റ്സ് എല്ലാം സെറ്റുകളാണ്. പവർ സെറ്റ് എവറി എലമെന്റ് ഇസ് എ സെറ്റ്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് ഒരു പ്രോബ്ലം എടുത്ത് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു? 1, 2 ഒരു എലമെന്റ് മാത്രം സെറ്റ്, പിന്നെ ഒരു 5 എന്ന് എഴുതിയ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 4 എലമെന്റ്സ് ആണുള്ളത്, അതിൽ ഒരു എലമെന്റ് മാത്രം സെറ്റാണ്. എന്നാൽ പവർ സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിലുള്ള ഓരോ എലമെന്റ്സും സെറ്റുകളാണ്. സോ പവർ സെറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. The collection of all subsets of a set A is called the power set of A. It is denoted by P of A, and in P of A every element is a set. Okay, ഇനി ഒരു സെറ്റ് തരുന്നു, എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തരുന്നു, അതിൽ എലമെന്റ്സ് 1, 2 ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറയുന്നു how many elements are there in its power set. അപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പവർ സെറ്റിലെ എലമെന്റ്സ് എല്ലാം എഴുതണമെന്നുണ്ടോ? ഇല്ല. പവർ സെറ്റിലെ എലമെന്റ്സ് ഒക്കെ, പി ഓഫ് എയിലെ എലമെന്റ്സ് ഒക്കെ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണ്. സോ പവർ സെറ്റ് ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എൻ ഓഫ് പി ഓഫ് എ അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് എ എന്ന് എഴുതാം. എത്ര ഉണ്ടാവും? 2 raised to എത്ര എലമെന്റ്സ് ഉണ്ട്? 2, 4 എലമെന്റ്സ് ആണ് പവർ സെറ്റ് ഓഫ് എയിൽ ഉണ്ടാവുക. അവ ഓരോന്നും എ എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റുകൾ ആയിരിക്കും. ഈ 4 എലമെന്റ്സിൽ ഒരു എലമെന്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഒരു എലമെന്റ് തന്നിരിക്കുന്ന സെറ്റ് എ തന്നെ ആയിരിക്കും. സോ 5 എപ്പോഴും പവർ സെറ്റ് ഓഫ് എയിൽ ഉണ്ടാവും. അതേപോലെ എയും പവർ സെറ്റ് ഓഫ് എയിൽ ഉണ്ടാവും. 2 സെറ്റുകളാണ്. പവർ സെറ്റിലെ എലമെന്റ്സ് എല്ലാം സെറ്റ്സ് ആണ്. സോ 5 is always an element of its power set and A is always an element of its power set. നമ്മളിപ്പോൾ കണ്ട റിസൾട്ട് ആണ്, നോട്ട് ചെയ്യേണ്ട റിസൾട്ട് ആണിത്. 5 belongs to P of A. ഏത് സെറ്റ് ആണെങ്കിലും അതിന്റെ പവർ സെറ്റിലെ ഒരു എലമെന്റ് ആയിരിക്കും 5. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിന്റെ പവർ സെറ്റിലെ എലമെന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് 5 belongs to P of A and A belongs to P of A. പിന്നെ നമ്മൾ കണ്ടാണ് ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? n of P of A is 2 raised to n ആയിരിക്കും.
2 raised to n is number of subsets ആണ്. P of A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ എലമെന്റ്സ് എല്ലാം സബ്സെറ്റുകളാണ്. സോ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും P of A യില്, എത്ര സബ്സെറ്റ് ആണോ ആ സെറ്റിൽ ഉണ്ടാവുക അത്രയും എണ്ണം തന്നെയായിരിക്കും പവർ സെറ്റിലെ എലമെന്റ്സിന്റെയും. സോ 2 raised to n. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. Consider the set A is equal to ABC. How many elements are there in its power set P of A? അപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ആണ്. എയുടെ സബ്സെറ്റുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്. അപ്പൊ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാ? 2 raised to എത്ര എണ്ണം എലമെന്റ്സ് എയിലുണ്ടോ അത്. അപ്പൊ എത്രയാ? 3 ആണ്. സോ 2 ക്യൂബ് വരും. അപ്പൊ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് ദ പവർ സെറ്റ് പി ഓഫ് എ. ആ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ സെറ്റ് എഴുതണം. പി ഓഫ് എ എന്ന് എഴുതാ, ബ്രേസസ് ഇടാ. ഇനി ഈ തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ സബ്സെറ്റുകളും എഴുതാം. സോ ആദ്യം തന്നെ എന്തെഴുതാം? 5 എഴുതാം. എംപ്റ്റി സെറ്റ് ഇസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ്. ഇനി അടുത്ത് സിംഗിൾട്ടൺ സെറ്റുകൾ എഴുതാം. അപ്പം ഓരോ എലമെന്റ്സിനും ഓരോ സെറ്റ് എ ബി സി. ഇനി 2 എലമെന്റ്സ് വീതം ഒരു സെറ്റിന് എ ബി ബി സി എ സി. അവസാനം 3 എലമെന്റ്സ്, അതായത് ആ തന്നിരിക്കുന്ന സെറ്റ് തന്നെ. ഇതാണ് പവർ സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ്. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 5. How many elements has P of A if A is equal to empty? ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എ ആണ്. എ ഈസ് ആൻ എംപ്റ്റി സെറ്റ് ആണ്. That means what? A contains no elements. So എയിൽ ഒരു എലമെന്റ്സും ഇല്ല. So number of elements in A. Number of elements in A. ഇനി നമ്മൾ എണ്ണം എഴുതുന്നത് എത്രയാണ്? ഒരു എലമെന്റും എംപ്റ്റി സെറ്റിലില്ല. സോ നമ്മൾ എന്ത് എഴുതാം? 0 എഴുതാം. സോ നമ്പർ ഓഫ് എത്ര എലമെന്റ്സ് പി ഓഫ് എയിൽ ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ഓഫ് എനെ നമുക്ക് എൻ ഓഫ് പി ഓഫ് എ എന്ന് എഴുതാം. എൻ ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to n തന്നെയാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സബ്സെറ്റ്സ്. സോ 2 raised to n ഇവിടെ എത്രയാ? 0. സോ 2 raised to 0 എത്രയാണ്? 1. അപ്പം പവർ സെറ്റിൽ ഒരേ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ. ഏതാണ് ആ എലമെന്റ്? 5യുടെ സബ്സെറ്റ്. എംപ്റ്റി സെറ്റിന്റെ സബ്സെറ്റ് എന്താ? എംപ്റ്റി സെറ്റ് തന്നെയാണ്. സോ ഒരേ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ. ആ എലമെന്റ് എന്താണ്? 5 ആണ്. പി ഓഫ് എ ഈസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 element, that is 5.